ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കനത്ത ചൂടിനെ പോലും വകവയ്ക്കാതെയുള്ള പ്രചരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ പുരോഗമിക്കുകയാണ്. വീടുകൾ കയറിയും പ്രധാന വ്യക്തികളെ കണ്ടുമൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് പട്ടാമ്പി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ്. Started the Shaka here, also in his government. RSS is doing work over the ground. Yeah. BJP. സ്ഥാനാർത്ഥി നിർണയം വൈകിയാണെങ്കിലും പട്ടാമ്പി നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജിന്റെ പര്യടനം വേഗത്തിലാണ്. റോഡ് ഷോ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് തലങ്ങളിൽ പര്യടനവും പ്രധാന വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥനയുമായാണ് നടന്നുവരുന്നത്. പ്രധാന കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിലുള്ള വിശ്വാസവും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തോടുള്ള വിരുദ്ധ വികാരവും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും NDAക്ക് വലിയ വിജയമുണ്ടാകുമെന്നും അഡ്വക്കേറ്റ് പി മനോജ് പറഞ്ഞു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും ഒരു പ്രാവശ്യം എല്ലാ സ്ഥലങ്ങളിലും എത്തി പല സ്ഥലങ്ങളിലെയും വിവിധ ആളുകളെ കണ്ടു, പല സ്ഥലങ്ങളിലും ചെന്നു, വീടുകളിൽ ചെന്നു. അപ്പം അങ്ങനെ പ്രചരണം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പട്ടാമ്പിയിൽ വെച്ചിട്ട് പാർട്ടിയുടെ പട്ടാമ്പി സംഘടനാ മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. പാർട്ടിയുടെ കേരള സഹപ്രഭാരി ശ്രീ അപരാജിത സാരംഗിയാണ് പങ്കെടുക്കുന്നത്. 27-ാം തീയതി കൊപ്പം മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ നടക്കും. 29-ാം തീയതി പാലക്കാട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ പരിപാടികളായിട്ട് അടുത്ത ഘട്ടമായിട്ട് ഉടനെ തന്നെ പ്രചരണങ്ങൾ ഓരോ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥിയുടെ സ്വീകരണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രചരണം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് 12 കൊല്ലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അഴിമതിരഹിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അതാണ്. കാരണം നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ മുന്നോട്ട് കണ്ട് ശീലിച്ചിട്ടുള്ളത് അഴിമതി നിറഞ്ഞ ഭരണമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കഴിഞ്ഞ 12 വർഷം ഈ രാജ്യം ഭരിച്ചിട്ടും അഴിമതിയുടെ ഒരു ചെറിയ കറ പോലും പുരളാത്ത നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ഈ രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ളത്. ജനങ്ങളുടെ മുന്നിൽ ഇത് രണ്ടും താരതമ്യത്തിലുണ്ട്. ഒരു ഭാഗത്ത് 12 കൊല്ലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം, വികസിത ഭരണം, മറുഭാഗത്ത് 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ അഴിമതി നിറഞ്ഞ വികസന വിരുദ്ധമായിട്ടുള്ള ഭരണം. ഇത് രണ്ടും ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങൾക്ക് ഇത് രണ്ടും ഇന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള കാലത്ത് ജനങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്, അവരിത് തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു മാറ്റം കേരളത്തിലും ഉണ്ടാവണം. കേരളത്തിൽ ഇത്രയും കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് മാറിക്കഴിഞ്ഞു. ഇന്ന് ജനങ്ങളുടെ മുന്നിൽ BJPക്ക് സ്വീകാര്യതയുണ്ട്. തൃശ്ശൂർ അതാണ് കാണിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തിരുവനന്തപുരം അതാണ് കാണിച്ചത്. ഈ മാറ്റം കേരളത്തിന്റെ ഓരോ ഭാഗത്തും ഉണ്ടാവും. കേരളം മാറുന്നതോടൊപ്പം പട്ടാമ്പിയും മാറും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.